ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് കർത്താവിൻ്റെ അഭിഷക്തൻ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അത് പറയാനിടയായ സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വൈദികർക്കെതിരെ ട്രോളുകളൊക്കെ മനുഷ്യനിറക്കി വിടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ വായിക്കാൻ കേൾക്കാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ദിവസം മനസ്സിലായിട്ട് തന്ന ഒരാശയമാണ് നിങ്ങളോടായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് കർത്താവിൻ്റെ അഭിഷക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ് കർത്താവിൻ്റെ അഭിഷക്തർ എന്ന് പറയുന്നത്. അതായത് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അഭിഷക്തർ. അതായത് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് വൈദികർ. അപ്പോൾ ഈ വൈദികരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിന് തോന്നിയതൊക്കെ മനുഷ്യനെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ബൈബിളിൽ ദൈവവും പറയുന്നുണ്ട്, കർത്താവിൻ്റെ അഭിഷക്തനെ കുറിച്ച് ദൈവവും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. കർത്താവിൻ്റെ അഭിഷക്തനെ കുറിച്ച് പറയുന്ന 2-ാം സങ്കീർത്തന ഭാഗത്തിലാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ കർത്താവിൻ്റെ അഭിഷക്തൻ എന്നാണ്. അപ്പം അത് തുടങ്ങുന്നത് തന്നെ പ്രഭുക്കന്മാർ വൈദികനെതിരെ അണിനിരക്കുക, വൈദികനെതിരെ ഗൂഢാലോചന നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ദൈവം പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരെ നോക്കി സ്വർഗത്തിലിരുന്ന് ദൈവം അവരെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്, അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വൈദികർക്കെതിരെ സംസാരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ ഒന്നാമത്തെ മറുപടിയാണ്. അതായത് അത് കേൾക്കുമ്പോൾ ദൈവത്തിന് മുന്നിൽ അവർ പരിഹാസപാത്രമാവുകയാണ് ചെയ്യുന്നത്. ഇനി തുടർന്ന് വായിക്കുമ്പോൾ എന്താ പറയുക, ദൈവം പറയുവാണ്, അവരോട് ഞാൻ കോപത്തോടെ സംസാരിക്കും, അവരെ വഴിയിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ സീരിയസ് ആയ ഒരു ഇതിലായിട്ടാണ് ദൈവം അവിടെ പറയുന്നത്. പിന്നെ ദൈവം അവിടെ നമുക്കൊരു താക്കീത് തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ദൈവം പറയുന്നുണ്ട്, നീ എൻ്റെ പുത്രനാണ്, ഞാനാണ് അവരെ വാഴിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ.